ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ആദ്യ 4 ഘട്ടങ്ങളിലായി 66.95% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടുക്കി ജില്ലയിൽ വരൾച്ചയെ തുടർന്ന് വ്യാപക കൃഷിനാശം നേരിടുന്ന പ്രദേശങ്ങളിൽ കൃഷിമന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 5ാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും കേന്ദ്രമന്ത്രി അമിത്ഷാ ബീഹാറിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലുമായി 66.95% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ. പൊതു തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലും ഏകദേശം 451 ദശലക്ഷം പേർ വോട്ട് ചെയ്തു. 5, 6, 7 ഘട്ട വോട്ടെടുപ്പിലെ ജനപ്രാതിനിധ്യം ഉയർത്തുന്നതിനായി അവബോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വരൾച്ചയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ജില്ലയിലെ വരൾച്ചാ ബാധിത മേഖലകളിൽ സന്ദർശനം നടത്തുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ, കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരും കമ്മോഡിറ്റി ബോർഡുകളും ഇക്കാര്യത്തിൽ ഇടപെടുകയും ജില്ലയെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു. കുമിളി, വെള്ളാരംകുന്ന്, വള്ളക്കടവ്, സുവർണഗിരി, കാഞ്ചിയാർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. കാർഷിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് കട്ടപ്പനയിൽ കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികൾ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാൻ മന്ത്രി കർശന നിർദ്ദേശം നൽകി. കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് തിയേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്തതായാണ് പരാതി ഉയർന്നത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 41 നിത്യോപയോഗ മരുന്നുകളുടെയും 6 ഇനം മരുന്നുകൂട്ടുകളുടെയും വില കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. പ്രമേഹം, ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിലയാണ് ദേശീയ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈസിംഗ് ഏജൻസി വെട്ടിക്കുറച്ചത്. പുതുക്കിയ നിരക്ക് വിൽപ്പനക്കാർക്ക് അടിയന്തരമായി കൈമാറാനും മരുന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീനത്താൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ചയും 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. 20-ന് ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ചുവപ്പ് ജാഗ്രതയ്ക്ക് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 31-ഓടെ എത്തിച്ചേരും. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും ഈ മാസം 18 മുതൽ 20 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്തു ഞെരിഞ്ഞതുമൂലം ശ്വാസം മുട്ടിയാണെന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് മാധ്യമ വാർത്തകൾ. ഇതു സംബന്ധിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കുട്ടി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിലെ 5 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. മാവേലിക്കരയിലെ തഴക്കര, എടത്വയിലെ ആനപ്രാമ്പൽ, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തഴക്കരയിലും ആനപ്രാമ്പാലിലും ഒരാഴ്ചയോളമായി താറാവുകൾ ചത്തുവീഴുന്നുണ്ട്. ചമ്പക്കുളത്ത് കോഴികളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം ഇതുവരെ 6 ഇടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായുള്ള തിരച്ചിൽ ശക്തമാക്കി പോലീസ്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അരുവിക്കര ഡാമിന്റെ 2ാമത്തെയും 3ാമത്തെയും ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. 2 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. തനിച്ചു കഴിയുന്ന നിരാലംബരായ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി കണ്ണൂർ പിണറായി പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഒപ്പം പദ്ധതിക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തനിച്ചു താമസിക്കുന്ന സ്ത്രീകളുടേതായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പരാതികളിൽ നിന്നാണ് പിണറായി ജനമൈത്രി പോലീസ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ 250-ൽ പരം വനിതകളെ കണ്ടെത്താനായി. സ്വയം തൊഴിൽ, സർഗാത്മക ശില്പശാല, പകൽവീട്, നിയമസഹായം തുടങ്ങിയവ നടപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും കുറ്റകൃത്യം നേരിടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നതിനുള്ള ആത്മധൈര്യം പകർന്നു നൽകുന്നതിനും ഇവരെ പ്രാപ്തരാക്കും. ഇതിന്റെ ഭാഗമായി സ്ത്രീകളെ പങ്കെടുപ്പിച്ച് യാത്രകളും സംഘടിപ്പിച്ചു വരുന്നു. 200ഓളം വരുന്ന സ്ത്രീകൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് സന്ദർശിച്ചു. ജീവിതത്തിൽ ആദ്യമായി കടല് കാണുന്നവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിർവഹിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4ാമതും ഗുജറാത്ത് 8ാമതുമാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 677 പോയിന്റ് നേട്ടത്തിൽ 73,663-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 203 പോയിന്റ് നേട്ടത്തിൽ 22,404-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപ വർദ്ധിച്ച് 54,280 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,785 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി കുഞ്ചിത്തണ്ണി നെല്ലിക്കാട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത് പരിഭ്രാന്തി പരത്തി. ചൊക്രമുടി മലനിരകളിൽ നിന്ന് ഉപ്പള വഴിയാണ് 6 കാട്ടാനകൾ നെല്ലിക്കാട്ടിലെത്തിയത്. കാട്ടാനക്കൂട്ടത്തിൽ 2 കുട്ടിയാനകളും ഉണ്ടായിരുന്നു. നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചതനുസരിച്ച് ദ്രുതകർമ്മ സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തി ആനകളെ തുരത്തി. പ്രശസ്ത വയലിനിസ്റ്റ് ബി ശശികുമാറിന്റെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന ബി ശശികുമാർ ഫൗണ്ടേഷൻ സംഗീത കൂട്ടായ്മ മന്ത്രി സജി ചെറിയാൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ആദ്യ 4 ഘട്ടങ്ങളിലായി 66.95% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടുക്കി ജില്ലയിൽ വരൾച്ചയെ തുടർന്ന് വ്യാപക കൃഷിനാശം നേരിടുന്ന പ്രദേശങ്ങളിൽ കൃഷിമന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.